നമസ്കാരം. ഇന്ന് കർക്കിടകം അവസാന ദിവസമാണ്. ഇന്നത്തോടുകൂടി രാമായണ ഈ പ്രഭാഷണ പരമ്പര പൂർത്തീകരിക്കുകയാണ്. ഈ കഴിഞ്ഞ 30 ദിവസമായിട്ട്, ഇന്നടക്കം 31 ദിവസമായിട്ട് നിങ്ങൾ ശ്രവിക്കുന്ന രാമായണം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തന്നു എന്നുള്ള ആശയത്തോടു കൂടിയാണ് പോകുന്നതെങ്കിലും നിങ്ങളുടെ ആശയവിനിമയങ്ങൾ പകർന്നു നൽകുവാൻ സാധിക്കണം. രാമായണ തത്വത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ ശ്രീരാമൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ആ ശ്രീരാമൻ നിങ്ങളിലേക്ക് പകർന്നു തന്ന ഒരു യാത്ര, ആ യാത്രയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കട്ടെ. അപ്പോൾ ശ്രീരാമൻ അയോധ്യയിൽ ജന്മം കൊണ്ട ആളായിട്ട് നമുക്ക് കാണുന്നു. ദശരഥൻ ശരീരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ 3 പത്നിമാരെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. രാമൻ വിദ്യാഭ്യാസം കൊണ്ട് വളരെയധികം ശ്രേഷ്ഠരായി. വസിഷ്ഠ ഗുരുവിനാലും അതുപോലെ വിശ്വാമിത്രനാലും നമുക്ക് ഒരുപാട് വിദ്യകൾ പഠിച്ച്, ഒരുപാട് അസ്ത്രങ്ങൾ സ്വീകരിച്ച്, അത് കഴിഞ്ഞ് താടകാവനത്തിലേക്ക് പോയി അഹല്യാമോക്ഷത്തിലൂടെയും സീതാ സ്വയംവരത്തിലൂടെയും ഭാർഗവ ഗർവശമനത്തിലൂടെയും നമുക്ക് കാണാൻ സാധിച്ചു, അല്ലേ? ഓരോ ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ ശ്രീരാമൻ യാത്ര ചെയ്യുന്ന ഓരോ മേഖലയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാർഗവ ഗർവശമനത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. മന്ദരയിലൂടെ വീണ്ടും വനവാസത്തിലേക്ക് പോകുന്ന ശ്രീരാമനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വാസനയും പ്രാരബ്ധവും നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉചിതമായ തീരുമാനം നമുക്ക് കാണാം. ആ മന്ദരയും കൈകയും വാസനയും പ്രാരബ്ധവുമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ബ്രഹ്മവിദ്യയായ ശ്രീരാമൻ ബ്രഹ്മവിദ്യ കൂടെ പോകുകയും ആ ബ്രഹ്മവിദ്യയായ സീത, രാമൻ, ലക്ഷ്മണൻ, ഇങ്ങനെ നമുക്ക് അവർ 3 പേരും ബ്രഹ്മവിദ്യയും കൂട്ടിയാണ് പോകുന്നത്. ബ്രഹ്മവിദ്യയെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് വനവാസ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഭരദ്വാജനെയും സുധീഷ്ണയെയും വാൽമീകിയെയും അഗസ്ത്യമുനിയെയും നമുക്ക് കാണാൻ സാധിക്കും. ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലത്ത് ചിത്രകൂടത്തിൽ ഭരത ആഗമനം നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ശൂർപ്പണഖ, വിരാതൻ, കബന്ധൻ, മാരീചൻ, ഭോഗത്തിന് പുറകെ എല്ലാവരും ബ്രഹ്മവിദ്യയെ പിടിച്ച് നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭോഗത്തിന് വേണ്ടി നമുക്ക് ബ്രഹ്മവിദ്യയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ആരണ്യകാണ്ഡത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് രാവണനെയും കുംഭകർണനെയും വിഭീഷണനെയും നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലേ? അപ്പോൾ ശൂർപ്പണഖ, വിരാതൻ, കബന്ധൻ, മാരീചൻ ഭോഗത്തിന് വേണ്ടി ശ്രീരാമൻ്റെ ബ്രഹ്മവിദ്യയെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ സീതയെ പിടിച്ച് തിന്നാൻ വിഴുങ്ങുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തുന്നു. ആ സമയത്ത് സീതയെ നഷ്ടമാകുന്നത് രാവണനിലൂടെയാണ്, മാരീചനിലൂടെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാരീചൻ നമുക്ക് വീണ്ടും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരാളായിട്ട് വീണ്ടും കാണുന്നു. അവിടെ രാവണൻ രാജസമായിട്ടും വിഭീഷണൻ സ്വാത്വികമായിട്ടും കുംഭകർണൻ താമസമായിട്ടും നമുക്ക് കാണുന്നു. ചിന്തിക്കണം, രാജസ സ്വഭാവമുള്ള ആള് രാവണനായിട്ടും താമസ സ്വഭാവമുള്ള ആള് കുംഭകർണനായിട്ടും സാത്വിക സ്വഭാവമുള്ള ആള് വിഭീഷണനായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പ്രാകൃത ഭക്തിയുള്ള ശബരീദേവിയെ നമുക്ക് കാണുന്നു. ബ്രഹ്മചര്യത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഹനുമാൻ സ്വാമിയെ നമുക്ക് കാണുന്നു. സുഗ്രീവൻ വിവേകവും ബാലി അതിവേഗവുമായിട്ട് നമുക്ക് കാണുന്നു. സാത്വികത വളർത്തി രാജസത്തെ, താമസങ്ങളെ കൈവഴിഞ്ഞ് ബ്രഹ്മവിദ്യയെ വീണ്ടും സ്വായക്തമാക്കണം. അത് സീതാ പരിത്യാഗത്തിലൂടെയും സീതാ സ്വീകരണത്തിലൂടെയും അഗ്നിശുദ്ധി വരുത്തി നമുക്ക് രാമൻ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നേത്രത്തിൽ രോഗം ബാധിച്ച അവന് ദീപം പോലും
പ്രതികൂലമായിട്ടാണ് നമുക്ക് കാണുന്നത്. രോഗം തനിക്ക് തന്നെയാണ്, രാമൻ സർവസംഘ പരിത്യാഗിയാണ് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. സീതയ്ക്ക് ഏറ്റവും ദുഃഖം തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാം. സീതയുടെ ത്യാഗം നമുക്കറിയാം. തസ്മാൻ പുത്രേഷു ദാരേഷു മിത്രേഷു ച ധനേഷു ച നാദി പ്രസംഗം കർത്തവ്യേ വിപ്രയോഗേഹി തൈർധ്രുവ. പരിശുദ്ധമായ സീതയെ ഉപേക്ഷിക്കുന്നതിന് പകരം സ്വാർത്ഥതയാൽ രാജ്യം ഉപേക്ഷിച്ചാൽ രാമൻ്റെ നാമം ഒരുപക്ഷെ എല്ലാവരുടെ മനസ്സിലേക്കും ഹൃദ്യസ്ഥമാകും. രാമൻ്റെ നാമം പോലും ഒരു പക്ഷേ നാം കേൾക്കാനിടയുണ്ടാവില്ല. ഇതുമൂലം സീതയെ ശിക്ഷിക്കുകയല്ല, ലോകാരാധ്യമായ ഒരു ലെവലിലേക്കാണ് സീതയെ ഉയർത്തിയത്. ധർമ്മവും കാമവും വൈരുദ്ധ്യവുമായപ്പോൾ ധർമ്മത്തെ സ്വീകരിച്ച് ധർമാർത്ഥ ഗുണവിസ്താരം, കാമാർത്ഥ ഗുണസംയുക്തം. അതായത് പരിശുദ്ധിയായ സീതയെ ഉപേക്ഷിക്കുന്നതിന് പകരം സ്വാർത്ഥമായ രാജ്യത്തെ ഉപേക്ഷിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സീത അഗ്നിപരീക്ഷണം കഴിഞ്ഞ് സ്വീകരിച്ച് ലങ്കയിൽ നിന്നും അഗ്നിപ്രവേശനം കഴിഞ്ഞ് സീതയെ സ്വീകരിച്ച് രഘുവംശ രാജാക്കന്മാർക്ക് കീർത്തി പകരുന്ന രീതിയിൽ രാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ച് അയോധ്യയിൽ വന്ന ഉടനെ ഭരതൻ നമസ്കരിച്ചുകൊണ്ട് അവിടെ 14 വർഷമായിട്ട് അദ്ദേഹം ചെയ്ത പരിവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ട് കണക്കുകൾ മുതൽ എല്ലാം രാമൻ്റെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ആ പാദ നമസ്കാരം ചെയ്ത് തൻ്റെ രാമൻ്റെ വരവ് പ്രതീക്ഷിച്ച് ഗംഭീരമായ ആഘോഷങ്ങളോടുകൂടി അവിടെ കാണുന്നത് ഭരതൻ പൂർണ്ണമായിട്ടും രാമനെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് രാമപാദുകം അവിടെ വെച്ചുകൊണ്ട് ശ്രീരാമ പട്ടാഭിഷേകം ഗംഭീരമായിട്ട് അവിടെ ആഘോഷിക്കുന്നു. വീണ്ടും രാമരാജ്യം ഉയർന്നു വരുന്ന രീതിയിലേക്കുള്ള ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങി, ലക്ഷ്മണൻ തുടങ്ങി, ഹനുമാൻ സ്വാമി തുടങ്ങി ഒരുപാട് കുലഗുരുക്കന്മാർ, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ടായി. അങ്ങനെ ശ്രീരാമരാജ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സന്ദർഭവശാൽ നമുക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് രാമായണ മഹാത്മ്യത്തെ ഒന്ന് വായിക്കാൻ നമുക്ക് സാധിക്കണം. അധ്യാത്മ രാമായണം ഇതമിത്രയും അത്യുത്തമം എന്ന് നമുക്ക് രാമായണ മഹാത്മ്യത്തെ കേൾക്കുമ്പോൾ അവിടെ മൃത്യുഞ്ജയ പ്രോക്തം, അതായത് രാമായണ തത്വത്തെ മനസ്സിലാക്കി അധ്യാത്മരാമായണത്തെ വായിച്ചു കഴിഞ്ഞാൽ മൃത്യുവിന് പോലും നമ്മളെ അടുക്കാൻ പേടിയാണ്. അധ്യയനം ചെയ്യുന്ന മർത്യന് മുക്തി ലഭിക്കും, സിദ്ധി ലഭിക്കും, ഇതിന് സംശയമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം, ധനധാന്യങ്ങൾ സമൃദ്ധിയോടുകൂടി ഉണ്ടാവും. ശത്രുവിനാശനം രോഗനിവിവർദ്ധനം, അതായത് രോഗശമനം ഉണ്ടാവും, ശത്രു വിനാശമുണ്ടാവും. നമ്മളെ ആരെങ്കിലും ശത്രുവായിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ശത്രുവെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും. ദീർഘായുസ്സുണ്ടാവും, പവിത്രം പരം എന്നാണ്. അതായത് സൗഖ്യപ്രദമുണ്ടാവും, സകല അഭിഷ്ട സാധകം, എല്ലാ ഇഷ്ടകാര്യങ്ങളും നടക്കാൻ സാധിക്കും. ഭക്ത്യ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായി തീരും. നമ്മൾ ഭക്തിപൂർവം പഠിക്കാൻ സാധിക്കുക, അത് ഒന്ന് പറയാൻ സാധിക്കുക, ആ നിമിഷം തന്നെ മുക്തി ലഭിച്ചിടും. മഹാപാതകങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും നമുക്ക് ആ രാമമന്ത്രം കേട്ട് കഴിഞ്ഞാൽ ആ രാമമന്ത്രത്തിൻ്റെ ശക്തിയിലൂടെ നമുക്ക് ഏറ്റവും പുണ്യമുണ്ടാവും. ഇനിയും ജന്മജന്മാന്തരങ്ങൾ അധ്യാത്മരാമായണം നമുക്ക് വായിക്കുവാനും
മലയാളികൾ എല്ലായിടത്തും ഉണ്ട്. ഇന്ന് അധ്യാത്മരാമായണം വായിക്കുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് വാൽമീകി രാമായണത്തിലൂടെ കാണാൻ സാധിക്കും. നമ്മളത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ 100 കോടി ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അത് അധ്യാത്മരാമായണം നമുക്ക് വായിച്ച് പഠിക്കാൻ, നമുക്ക് മലയാള ഭാഷയുടെ പിതാവ് നമുക്ക് പകർന്നു തന്ന ഈ രാമായണം നമുക്ക് ഊർജിതപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് രാമൻ്റെ വാക്കുകൾ, രാമൻ്റെ ജീവിതങ്ങൾ, രാമൻ്റെ തത്വങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് രാമായണത്തെ ഒന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതവും എങ്ങനെ ആവണമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും ചെയ്യണം. കാരണം നാളെ ചിങ്ങമാസത്തിലെ 1-ാം തീയതിയാണ്. അപ്പോൾ മലയാളികൾക്ക് ചിങ്ങം മുതലാണ് കർക്കിടകം വരെയാണ് ഒരു വർഷം പറയുന്നത്. അപ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഈ രാമതത്വങ്ങളെയും രാമചിന്തകളെയും നമുക്ക് പറയുവാനും ആ രാമനെ നമുക്കെല്ലാവർക്കും ഈ യൂട്യൂബിലൂടെ സംവിധാനം ചെയ്ത് അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഈ യൂട്യൂബ് പ്രവർത്തകർക്കും അതുപോലെ ഇത് കേൾക്കുന്നവർക്കും ഈ കേൾക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ഇതെല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ സാധ്യതയുള്ള ഓരോ മേഖലകൾക്കും അവർക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും അതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ അവരുടെ സമ്പത്തും സമൃദ്ധിയും അഭിവൃദ്ധിപ്പെടുവാൻ ഈ രാമതത്വത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നെമ്മാറയിലെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രേഷണം ചെയ്യുന്നതിലൂടെ ഇനിയും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ ഒരുപാട് ആളുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇനിയും പരിചയപ്പെടുത്താൻ ഒരുപാട് വ്യക്തികൾ, മൺമറഞ്ഞു പോയ ആൾക്കാരെ, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പാലക്കാട് പൈതൃക ജില്ല എന്നുള്ള പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുകയാണ്. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരനായി തുടങ്ങിയ ഈ ഒരു 16 വർഷത്തോളം എനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ദേവത പറയുന്നതനുസരിച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഒട്ടനവധി കുട്ടികളെ ഉപനയന സംസ്കാരത്തിലൂടെ, പൂജാവിധികളിലൂടെ അവരെ ഒരു കുടുംബ ചിന്തയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അതിലൂടെ മന്ത്രങ്ങൾ അവർക്ക് സുപരിചിതമാക്കുകയും ആ മന്ത്രത്തിൻ്റെ ജീവിത മൂല്യങ്ങളെ അവർക്ക് തിട്ടപ്പെടുത്തുവാനും സാധിച്ചു. ഇന്ന് ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മാസം ധർമ്മ സന്ദേശ യാത്രയോടുകൂടി കേരളത്തിലുടനീളം സന്യാസിമാർ നയിക്കുന്നത് ഈ ധർമ്മത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ആ ധർമ്മചിന്തയിലൂടെ പോകുന്ന ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ഈ കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചിന്താഗതിയിലേക്ക്, ധർമ്മത്തിൻ്റെ മൂല്യത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് രാമായണം നമുക്ക് തുണയ്ക്കട്ടെ, ആ രാമസന്ദേശം നമുക്ക് തുണയ്ക്കട്ടെ. രാവണ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അതിലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് ആ സ്വഭാവത്തെ നമുക്ക് രാമനിലേക്ക് നയിക്കാനുള്ള ഒരു മനോഭാവമാവട്ടെ. രാജസവും താമസവും സത്വഗുണവും എല്ലാം നമുക്ക് ഉണ്ടാകട്ടെ. അതിന് നമുക്ക് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഉണ്ടാവട്ടെ. ലളിതാ സഹസ്രനാമത്തിലൂടെയും വിഷ്ണു സഹസ്രനാമത്തിലൂടെയും നമ്മൾ പഠിക്കുന്ന ഓരോ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഇനിയും നമുക്ക് ഓരോ ആചാര്യന്മാരിലൂടെ കിട്ടാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ലൗകിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും സ്വരങ്ങൾ, വാക്കുകൾ, തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ നമുക്ക് കാരണവന്മാരെ സമീപിക്കാം, നമ്മുടെ മുതിർന്ന ആൾക്കാരെ സമീപിക്കാം, നമ്മുടെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരെ നമുക്ക് സമീപിച്ച് അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിന് നമ്മൾ കുടുംബ ഐക്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. അല്ലാതെ നമുക്ക് വക്കീലും കോടതിയും കേസുമായിട്ട് കോടതി വരാന്തകളിൽ നിൽക്കുന്ന ഒരു ആളുകളായി നമ്മൾ മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. കാരണം ഇന്ന് നമുക്ക് ഹൈന്ദവ സമൂഹം അതിനുവേണ്ടി മത്സരിക്കുകയാണ്. കോടതിയിൽ കേസ് കൊടുത്ത് അതിന് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട് ജീവിതം വിഫലമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫലവത്താക്കിയെടുക്കുവാൻ നമുക്ക് രാമരാജ്യം നിർമ്മിക്കാമെന്ന് മാത്രം
ഈ നിമിഷം പറയുന്നു. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും എത്തുവാൻ സാധിക്കുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ 5:30 മുതൽ 10:30 വരെ അവിടെ പിതൃതർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ വേദമന്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യവും വിദ്യാഭ്യാസവും മുൻനിർത്തി നിലനിർത്തുന്നു. അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ദിവസേന ഗംഗാരതി ഉണ്ട്. പുഴയ്ക്ക് ദീപാരാധന ചെയ്യുന്ന ഒരു മഹാസ്ഥലം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. അപ്പോൾ പിതൃതർപ്പണങ്ങൾ കൊടുക്കുന്നതിലൂടെയും സമൂഹത്തിന് സമാധാനം നൽകുന്നതിലൂടെയും, അതുപോലെ 26ലധികം കുട്ടികൾ പഠിച്ചു വളരുന്ന സ്ഥലവും ഇനിയും ഒട്ടനവധി കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലവുമാണ്. ഇന്ന് 60ലധികം അമ്മമാർ മാതൃകാ സമിതിയായിട്ട്, സാധനാ മാതൃസമിതിയായിട്ട് മുന്നോട്ട് പോയി അവർ അവരുടെ വിദ്യാഭ്യാസങ്ങൾ പൂർത്തീകരിക്കുന്നു. ഒരുപാട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് നടത്തി വരുന്നു. അപ്പോൾ ഇതിലേക്കെല്ലാം നിങ്ങൾ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങണം. ഇനിയും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വയ്ക്കാൻ, പാലക്കാടിൻ്റെ പൈതൃകത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. പാലക്കാടാണ് ഭാരതത്തിൻ്റെ പേരുള്ള ഭാരതപ്പുഴ പാലക്കാട് ജില്ലയിൽ. പന്തിരുകുലത്തിൻ്റെ നാട് പാലക്കാട്. 12 കുലം വരരുചിയുടെ 12 കുലം ജന്മമെടുത്ത് പാലക്കാട്. 108 അഗ്രഹാരങ്ങളും 407 ആദിവാസികൾ, എൻ്റെ കണക്ക് അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 650-ൽ പരം ഊരുകളുള്ള സ്ഥലം പാലക്കാട് ജില്ലയിലാണ്. അട്ടപ്പാടിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നെല്ലിയാമ്പതിയിൽ ആദിവാസികൾ താമസിക്കുന്ന ഊരുകൾ കാണാൻ സാധിക്കും. അട്ടപ്പള്ളത്ത് കാണാൻ സാധിക്കും. വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് 650-ലധികം ഊരുകളുള്ള സ്ഥലം പാലക്കാട് ജില്ലയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പാലക്കാട്ടുകാരനാണ് ചേറ്റൂർ ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറയുണ്ടായി. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നെമ്മാറ കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വിഷ്ണുദേവാനന്ദ സരസ്വതി എന്ന് പറയുന്ന മഹാ വ്യക്തിത്വം നമുക്ക് കാണാൻ സാധിക്കും. മഹാസന്യാസി, ശിവാനന്ദ സ്വാമിജിയുടെ ശിഷ്യ പരമ്പരയിലുള്ള ഒരു മഹാസന്യാസിയാണ് വിഷ്ണുദേവാനന്ദ സരസ്വതി. പറക്കും സ്വാമികൾ, സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഓടിച്ചിരുന്ന സ്വാമി, ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന സ്വാമി. അദ്ദേഹം ലോകത്തിൽ ഹഠയോഗ പ്രൊഫസർ കൂടിയാണ്. ലോകത്തിൽ ആദ്യത്തെ ഹഠയോഗ പ്രൊഫസർ എന്നറിയപ്പെടുന്നത് വിഷ്ണുദേവാനന്ദ സരസ്വതിയാണ്. ഈ നാട്ടുകാരനാണ്, പാലക്കാട്ടുകാരനാണ്. കണിമംഗലം നെമ്മാറയിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ഇദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം, അല്ലേ? അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ സമാശ്വസിപ്പിക്കാൻ സാധിച്ച ഒരു നാമജപ സങ്കീർത്തനം നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു മഹാപണ്ഡിതൻ, സന്യാസി ശ്രേഷ്ഠൻ. ഇന്ദിരാഗാന്ധിക്ക് വരെ ഹഠയോഗ പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാവ്യക്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിയെ പാലക്കാട് നെമ്മാറയ്ക്ക് ഉള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുവാൻ ഇനിയുള്ള അവസരങ്ങളൊക്കെ രൂപാന്തരപ്പെടട്ടെ. അതിന് നമുക്ക് മന്ദരയാകേണ്ട ആൾക്കാരെ മന്ദരയാകാം, വിഭീഷണനാവേണ്ട ആൾക്കാർക്ക് വിഭീഷണനാവാം, ലക്ഷ്മണനാവേണ്ട ആൾക്കാർക്ക് ലക്ഷ്മണനാവാം, രാമനാവേണ്ട ആൾക്കാർക്ക് രാമനാവാം. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ വരുന്ന മാസത്തിൽ നമ്മൾ രാമായണം ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ജടായു സ്തുതിയെ പ്രദാനം ചെയ്തുകൊണ്ട് കുട്ടികൾക്കും, അതായത് 22 വയസ്സ് വരെയുള്ളവർക്ക് ജടായു സ്തുതിയും, 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ 22 വയസ്സിന് ശേഷം 60 വയസ്സോ 70 വയസ്സോ ഇപ്പോൾ വായിക്കുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ കബന്ധ സ്തുതിയെയും എടുത്ത് വായിക്കുവാനും, ആ വായിച്ചതിലൂടെ അതിനെക്കുറിച്ച് അർത്ഥം മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്. രാമായണം ഫാഷൻ ഷോ എന്നുള്ള പേരിൽ രാമായണത്തിലെ ഓരോ വേഷങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ആ വേഷം നമുക്ക് തരുന്ന രാമ സന്ദേശത്തെ കൂടി മനസ്സിലാക്കുന്ന രാമായണം ഫെസ്റ്റ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കൂടി നിങ്ങൾ പങ്കെടുക്കുവാൻ സാധിക്കണം. അതിന് നിരന്തരമായിട്ടുള്ള രാമസന്ദേശം നമുക്ക് കർക്കിടക മാസത്തിലല്ലാതെ ബാക്കി ദിവസങ്ങളിലും ഈ രാമായണ ഘോഷങ്ങൾ മുഴക്കുവാൻ നമുക്ക് സാധിക്കണം.
അപ്പോൾ ആദ്യത്തെ പ്ലേബാക്ക് സിംഗർ എന്ന പാലക്കാട്ടുകാരിയാണ് ചിറ്റൂരുകാരിയായ പി ലീലയെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കണം. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, MS വിശ്വനാഥൻ, MD രാമനാഥൻ, പി ലീല, പാലക്കാട് മണിയയ്യർ തുടങ്ങിയിട്ടുള്ള സംഗീതത്തിൻ്റെ നിറകുടങ്ങൾ ജന്മമെടുത്തത് പാലക്കാട് ജില്ലയാണ്. സന്യാസി ആശ്രമങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുനാഥൻ തപോവന സ്വാമികൾ ജന്മമെടുത്തത് പാലക്കാടാണ്. വിഷ്ണുദേവാനന്ദ സ്വാമിജി എന്ന് ഞാൻ പറഞ്ഞു. ജ്ഞാനാനന്ദ സരസ്വതി തപോവന സ്വാമികൾ, ജ്ഞാനാനന്ദ സരസ്വതി, ശുഭോദാനന്ദ സ്വാമിജി, ആത്മശാസ്ത്രികൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെ ജന്മസ്ഥലം സദാനന്ദ സ്വാമിജി അടക്കം, അതായത് സദാനന്ദപുരം കൊല്ലത്ത് ആശ്രമം 400-ലധികം ഏക്കർ ഉണ്ടായിരുന്ന ആശ്രമം സദാനന്ദപുരം എന്നറിയപ്പെടുന്ന ആ ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠനടക്കം പാലക്കാട് ജന്മമെടുത്ത ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മലയാളി ഗവർണർ എന്നറിയപ്പെടുന്നത് VP മേനോൻ പാലക്കാട്ടുകാരനാണ്. തരവത്ത് അമ്മാളുമ്മയെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണം. ആദ്യത്തെ പെൺവിദ്യാലയം പാലക്കാട് വരുന്നത് തരവത്ത് അമ്മാളുമ്മയിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും പാലക്കാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആനപ്പാപ്പന്മാരുള്ളതും പാലക്കാട് ജില്ലയിലാണ്. പാറശ്ശേരിക്കടുത്ത് ആനപ്പാപ്പന്മാരുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ പുരസ്കാരം കൊടുത്തത് നെമ്മാറ രാമൻ എന്ന് പറയുന്ന പേരാമംഗലം പാപ്പാൻ്റെ ആനപ്പാപ്പാനാണ്. അദ്ദേഹം പക്ഷെ അന്ന് ഗവർണറുടെ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ കായിക പദ്ധതി നമുക്ക് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. പാലക്കാട് ജന്മമെടുത്ത ആൾക്കാർ മാത്രമല്ല, പാലക്കാടിൻ്റെ ഒരു സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, പാലക്കാടിൻ്റെ കലകളെ നമുക്ക് തോൽപ്പാവ്, കണ്ണിയാർ കളി, പൊറോട്ടം കളി, ഇവയെല്ലാം പൊറോട്ട നാടകമെല്ലാം നമുക്ക് കാണിച്ചു തരാൻ ഇത്തരത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ പാലക്കാട് നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സമൃദ്ധിയുടെ, അതുപോലെ നെല്ലറയുടെ നാടായിട്ട് മുന്നോട്ട് വരാൻ പാലക്കാടിൻ്റെ ഒരു സംസ്കാരം പാലക്കാടിനെ ലോകത്തിൻ്റെ പൈതൃകമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ, ഭാരതത്തിൻ്റെ പൈതൃകമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കണം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ആ പ്രവർത്തന മേഖലയിൽ ഊർജിതപ്പെടുത്തുവാനും ആധ്യാത്മിക ലൗകിക വിഷയങ്ങളിലെല്ലാം ഇത്തരത്തിൽ ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുവാനും നമ്മുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരുന്ന സമയത്ത് അത് യഥാവിധി അനുസരിച്ച് അതാത് ആൾക്കാരിലേക്ക് പകർന്നു കൊടുത്ത് അത് കാര്യക്രമം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ ഉയർത്താം. രാമൻ പറഞ്ഞതുപോലെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദഭിഗരീയസി. പാലക്കാട് ജന്മിച്ച ഓരോ വ്യക്തികൾക്കും, ഓരോ ആളുകൾക്കും, ഇവിടെ താമസിക്കുന്ന ഓരോ ആൾക്കാർക്കും ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ സാധനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നത് രാമരാജ്യത്തിലൂടെയാണ്. അപ്പം മുക്തി ലഭിക്കാനും മോക്ഷം ലഭിക്കുവാനും എല്ലാം നമുക്ക് മാർഗം പറഞ്ഞു തന്ന എഴുത്തച്ഛനെ സ്മരിക്കുന്നു, വാൽമീകി മഹർഷിയെ നമുക്ക് സ്മരിക്കാം അല്ലേ. ഒരു വേടനിലൂടെ മാനിഷാദ പ്രതിഷ്ഠാം തുമകമാ ശാശ്വതി സമാഹ എന്ന് പറഞ്ഞ ആ വാക്യത്തിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും മഹത്തായ സന്ദേശം ഇന്ന് ലോകമെമ്പാടും രാമായണ മാസം ആചരിച്ചു വരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാമായണ മാസത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇത്രയും ദിവസങ്ങൾ വന്നിരുന്ന രാമസന്ദേശത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലോ മനസ്സിലേക്കോ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്നാൽ കഴിയുന്ന എൻ്റെ ഉപാസക ലക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം പകർന്ന ഗുരുക്കന്മാരിലൂടെ അല്ലെങ്കിൽ ഞാൻ പൂജ ചെയ്യുന്ന വിഗ്രഹങ്ങൾ ആനന്ദ മഹാഗണപതിയായിട്ടും സാംബപരമേശ്വരനായിട്ടും ലളിതാ ത്രിപുരസുന്ദരിയായിട്ടും മഹാവിഷ്ണുവായിട്ടും അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന അയ്യപ്പൻ അവിടെ അമൃതകലശത്തിലിരിക്കുന്ന ധന്വന്തരമൂർത്തിയായിട്ടുമെല്ലാം 5 മൂർത്തികൾ നിലകൊള്ളുന്ന 5 മൂർത്തി ക്ഷേത്രത്തിൻ്റെ മഹത്വം കൂടിയതാണ് എന്ന് മാത്രം ഈ നിമിഷം പറയുന്നു. ഇവിടെ ഒന്നുകൂടി നമുക്ക് ആ രാമായണം
തുടക്കം കുറിക്കാം. എന്താ വെച്ചാൽ ഒരു പുസ്തകം പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാതെ വീണ്ടും ആരംഭിച്ചു വെച്ചാലേ വീണ്ടും നമുക്ക് വായനാശീലം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ആചാര്യ ഗുരുക്കന്മാർ പറഞ്ഞു തന്നതിലൂടെ ഒന്ന് നമ്മൾ തുടങ്ങി വെക്കാമെന്ന് മാത്രം പറഞ്ഞ് ഇനിയും കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവിധ പ്രേക്ഷകർക്കും നന്ദി പ്രകാശനം ചെയ്യുന്നു. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ഹൃദി രമതാം ശ്രീരാമ രാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.